വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ന് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നലെ കുറച്ച് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല, അത് വേണം പറയാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഒരേ വീഡിയോ തന്നെയല്ലേ ചെയ്യണത്, ഡേ ഇൻ മൈ ലൈഫ്, മോർണിംഗ് വ്ളോഗ്, ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇതന്നെ ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു ഗ്യാപ്പ് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചു, എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ തീ കത്തിച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിന് ശേഷമാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി, തിണ്ടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. കണ്ടു കഴിഞ്ഞൊരു വൃത്തിയില്ലാത്ത പോലെ കിടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കളർ അങ്ങനെയാണ് കേട്ടോ. അത് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും തുടച്ചാലും ഇത് തന്നെയാണ് ഇതിൻ്റെ കളർ. എനിക്കറിയില്ല ഇതെന്താ പോവാത്തതെന്ന്. അപ്പോൾ അങ്ങനെ തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറുപയർ ഞാൻ തന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനായിട്ട് മറന്നു കേട്ടോ. എനിക്കാണെങ്കിൽ എന്നും മറക്കും ചെറുപയർ വെള്ളത്തിൽ രാത്രി ഇട്ട് വയ്ക്കാൻ. പിന്നെ കുക്കറിലായ കാരണം കൊണ്ട് വലിയ പ്രശ്നമില്ല, കാരണം വെള്ളത്തിലിട്ട് വെച്ചാലും ഇല്ലെങ്കിലും വേഗം വേവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ അങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ പോണത്. വെറുതെ വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ, ഉപ്പേരി പോലെ ഒന്നും വെക്കണില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ ഉപ്പേരി വെക്കാറുണ്ട്, പക്ഷെ അന്ന് വീഡിയോ എടുക്കാത്ത ദിവസമായിരിക്കും ഉണ്ടാവുക. വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതന്നെയാണ് പണിയെന്ന്, ഇതന്നെയാണ് കുട്ടിക്ക് എന്നും കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവൻ ഇങ്ങനെ കൊണ്ടുപോകണമാണ് ഇഷ്ടം കേട്ടോ. നമ്മൾ അവൻ്റെ ഇഷ്ടം നോക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അവൻ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഗ്യാസിൻ്റെ പണിയൊക്കെ തീരാറായിട്ടുണ്ട് തോന്നുന്നു. ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നന്നായി തിളച്ച് മറിയണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ചായ എന്നും പറയുന്നുണ്ട്, ഇടയ്ക്ക് കാപ്പി എന്നും പറയുന്നുണ്ട്. സത്യത്തിൽ കാപ്പിയാണ് കേട്ടോ ഞങ്ങൾ വെക്കാറ്, ചായയല്ല. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചായ എന്ന് തന്നെ വരുന്നു കേട്ടോ, കാപ്പിന്ന് വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കാപ്പിപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാപ്പിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് മീനാണ് കേട്ടോ കറി വെക്കാൻ പോണത്. അപ്പോൾ ഇത്ര നേരത്തെ എന്താ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ചോറും കറിയും മീൻ വറുക്കലും ഒക്കെ രാവിലെ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയേണ്ടായിരിക്കും ഞാൻ എൻ്റെ മീൻ കറിയുടെ സ്റ്റൈലൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ മത്തിയാണ് കേട്ടോ വാങ്ങിച്ചത്. 2 ദിവസം മുന്നേ നമ്മൾ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇന്നലെ വൈകുന്നേരത്ത് വാങ്ങിച്ചു. ഏട്ടൻ പണി മാറ്റി വരുമ്പോൾ വാങ്ങിയിട്ട് വരണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സവാളയും പിന്നെ അതുപോലെ തന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ വഴറ്റി കൊടുത്തൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുത്തതിന് ശേഷം പുളിയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മീനൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചുമ പിടിച്ച കാരണം കൊണ്ട് സംസാരിക്കുമ്പോൾ ചുമയ്ക്കാനായിട്ട് വരികയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടിട്ട് കട്ട് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ നിർത്താതെ സംസാരിക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. ചുമ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ചുമ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുളിയൊക്കെ ഒഴിച്ചു. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീനൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ അതിനിടെ കൂടെ ഞാൻ വറക്കും ചെയ്തു കേട്ടോ. ഇത് അതിൻ്റെ മനിഞ്ഞലാണ് കേട്ടോ, അതും വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻ വറക്കലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി പാത്രത്തിൽ ഞാൻ മീനൊക്കെ പാത്രത്തിൽ തന്നെ വെച്ചു കേട്ടോ, ചോറിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുണ്ട്. ഏട്ടൻ അങ്ങനെ വെച്ചാൽ മതി പറഞ്ഞിട്ട് കറി മാത്രമാണ് കറിപ്പാത്രത്തിലാക്കിയിട്ടുള്ളൂ. പിന്നെ കിച്ചുവിന് ചോറ് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞി അവർക്ക് ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചുവിന് ഇന്ന് പലഹാരവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ കഞ്ഞി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കിച്ചുവിന് ചോറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ തൊട്ടടുത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഏട്ടന് രാവിലെ തന്നെ നല്ല വിശപ്പാണ് പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് ചോറൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തന്നെ രാവിലെ കഴിച്ചിട്ട് പോകുള്ളൂ. അധികം നമുക്ക് നേരം വിളിച്ചാൽ തന്നെ ചോറൊന്നും വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഏട്ടൻ കുറച്ച് ചോറ് മീൻകറി കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കിച്ചു ആണെന്നുണ്ടെങ്കിൽ അധികം നടക്കുന്നുണ്ട്. അവൻ്റെ അടുത്താണെങ്കിൽ പല്ല് തേക്കടാ കുളിക്കടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കില്ല കേട്ടോ, ഒറ്റയ്ക്ക് കുളിക്കൊന്നുമില്ല. പല്ല് തേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷമാണ് കേട്ടോ പല്ലൊക്കെ തേക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അവന് ചോറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു.
ഇനി അവന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താ ചോറിൽ ചെറുപയർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തന്നെ കൊടുക്കണത്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളും വന്നിട്ട് കഴിക്കാൻ കൂടുന്നുണ്ട്. അവൾ ഇപ്പോൾ കുറച്ച് നേരത്തെ നീച്ചുള്ളൂ. അപ്പോൾ അവൾക്കും ഞാനാണ് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അവളും കഴിക്കുന്നുണ്ട്. അവൾ ചില സമയത്ത് തന്നെ കഴിക്കില്ല. പയറിട്ട് കഴിഞ്ഞാൽ എനിക്ക് പയർ വേണ്ട പറയും. ഇന്നെന്താണെന്ന് അറിയില്ല, കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവരുടെ കുട്ടികളുടെ കേട്ടോ രണ്ടുപേരും കുളിപ്പിച്ചു കേട്ടോ. എന്താ തുമ്പി പിന്നെ കിച്ചുവിൻ്റെ ഒപ്പം തന്നെ കുളിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ട് രണ്ടാളുടെ കുളി പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ കിച്ചു ഏട്ടനാണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചുവിനെ മാത്രമേ കുളിപ്പിക്കുകയുള്ളൂ. ഏട്ടനും കുളിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യാറ്. ഞാൻ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കുളിപ്പിക്കും കേട്ടോ. ഏട്ടന് സമയമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ കിച്ചുവിനെ മാത്രം കുളിപ്പിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കിച്ചുവിന് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കും വേണം പറഞ്ഞിട്ട് അവളും എന്താ പറയുക പൗഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പൗഡറും കുറിയും മുടി ചീന്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ എന്താ ചെയ്യുന്നത് അതുപോലെ തന്നെ അവൾക്കും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചുവിനെ ഗ്ലാമറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കും മുടി ചീന്തനമാണ്. അപ്പോൾ അവൾക്കും ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിനെ കുറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കിച്ചുവിനാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമല്ല, ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം നമുക്കും ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കിച്ചുവിന് യൂണിഫോം ഇട്ട് കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടുന്ന കുട്ടികളാണ് കേട്ടോ രണ്ടുപേരും. അതെ, ഇവിടെ വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പുറത്തു കൂടെ ഓടും. അങ്ങനത്തെ സ്വഭാവമാണ് കേട്ടോ രണ്ടുപേർക്കും. അപ്പോൾ അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സോക്സൊക്കെ ഇട്ട് കൊടുക്കണം. അവനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇടാന്ന് പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അവനാണെങ്കിൽ സോക്സും ഷൂവും അതൊക്കെ ഇടാൻ ഒറ്റയ്ക്ക് ഇടണം, അതൊക്കെയാണ് ഇഷ്ടം. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. അവർക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ ഉദ്ദേശിച്ച് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നേരുള്ളൂ കേട്ടോ. അമ്മ അതൊന്ന് ഇട്ടേരു വെച്ചിട്ട്. അതുവരെ അവർ ശ്രമിച്ചും കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. രണ്ടുപേർക്കുള്ള സ്വഭാവം തന്നെയാണ്. കിച്ചുവിന് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കിച്ചുവിന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി പിന്നെ ആദ്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം. കണ്ട ടവിലിരുന്ന് മടക്കുന്നുണ്ട് കേട്ടോ തുമ്പി. ഞാൻ കിച്ചുവിന് ടവിലിങ്ങനെ മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അവളും മടക്കി വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഓരോന്നിങ്ങനെ ചെയ്തും കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ കിച്ചുവിന് സോക്സ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇട്ട് കൊടുത്താലും അവിടെ കുത്തണു എന്നൊക്കെ പറയട്ടോ. പക്ഷേ സോക്സ് ഇടായിക്കൊന്നുമില്ല, ഇടാനൊക്കെ ഇഷ്ടം തന്നെയാണ്. എന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ ഷൂ ഇങ്ങനെ എപ്പോൾ ഷൂ എടുക്കുമ്പോഴും ഇങ്ങനെ കൊട്ടി കുടഞ്ഞിട്ടൊക്കെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കണ്ടോന്നും അറിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും കൊട്ടി കുടഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവന് ഞാൻ ഇട്ട് കൊടുക്കണ്ട, അമ്മ പോയിക്കോ ഞാൻ ഒറ്റയ്ക്ക് ഇട്ടോളാന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഞാനത് മാറി നിന്ന് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നു. അപ്പോൾ അവനെ അങ്ങനെ ഷൂവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇത് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഇടാനായിട്ട്. ഇങ്ങനെ ഒട്ടിക്കണ ഷൂ ആയ കാരണം കൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ഇടാവുന്ന തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ കിച്ചു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഷൂ ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോയിട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പിടേത്ത് ഞാൻ ചീർപ്പൊന്നും എടുത്തിട്ട് വായോ പറഞ്ഞപ്പോൾ അവൾ പെയിൻ ചീർപ്പാണ് കേട്ടോ എടുത്തിട്ട് വന്നത്. എന്നിട്ട് അവൾ എൻ്റെ മുടി ചീന്തി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ തല നോക്കി തരിക, മുടി ചീന്തി തരിക, ഇതൊക്കെ കേട്ടോ അവളുടെ പണി. ഞാൻ ഉമ്മറത്ത് മുടി പരത്തിയിട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവൾ പിന്നെ എൻ്റെ മുടിയിൽ വന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങും കേട്ടോ. കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള മുടിയൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എണ്ണ തേക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. മുടിയൊക്കെ ഇപ്പോൾ എടുക്കുന്നതാണ് തോന്നുന്നത്. അതുപോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ തലയിൽ. അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാനും കുറച്ച് നേരം കിടന്നു കേട്ടോ. അവളുടെ അടുത്ത് ഉറങ്ങിയൊന്നുമില്ല, കുറച്ച് നേരം കിടന്നു. അപ്പം കണ്ടു നല്ല മഴ. പുറത്താണെന്നുണ്ടെങ്കിൽ തിരുമ്പി തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഓടിപ്പോയി തുണികളൊക്കെ എടുത്തു കേട്ടോ. ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. മഴ എന്ന് പറഞ്ഞാൽ എമ്മാതിരി മഴയെന്നറിയോ, നല്ല മഴയും നല്ല കാറ്റും. നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലേക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക കാറ്റ് വീശിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അതാണ് ഇങ്ങനെ മങ്ങിയ കളർ പോലെ തോന്നുന്നത്. അകത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ നല്ല ഊത്താലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്താണ്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി കേട്ടോ തുമ്പിയുടെ കൂടെ. അതിനുശേഷം എന്താ പറയുക ഗ്യാസ് കത്തിക്കാൻ നോക്കിയപ്പോൾ ഗ്യാസ് കത്തണില്ല, ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ എന്നാൽ വേഗം അടുപ്പത്താണ് വെക്കാമെന്ന് വിചാരിച്ചു. ചായ എന്നില്ല, കാപ്പിയാണ് കേട്ടോ വെക്കണത്. നമ്മുടെ കിച്ചു വരാറായിട്ടുണ്ട്. അപ്പോൾ അവനെ വരുമ്പോഴത്തേന് കാപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് വെക്കണം. ഗ്യാസ് ആണെങ്കിൽ നല്ലൊരു പണിയും തന്നു കേട്ടോ എനിക്കിപ്പോൾ. വിറകാണെന്നുണ്ടെങ്കിൽ കത്തി പിടിക്കാൻ ആകെ ഭ്രാന്ത് വരും കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒരുവിധം കത്തിച്ച് പിടിപ്പിച്ചു. ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതാണ് കേട്ടോ. ചോറും കലമൊക്കെ കഴുകാനുള്ളതാണ്. അപ്പം മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. മാനൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ അടുപ്പും കത്തിക്കാൻ തുടങ്ങി കേട്ടോ. ഗ്യാസ് കഴിഞ്ഞ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഈ അടുപ്പും കത്തിക്കണം. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നിട്ട്
എന്താ ഇവിടെ ഉണ്ടാകുന്ന വറ്റും കാര്യങ്ങളൊക്കെ അടുപ്പുന്നുണ്ട്. ആ തിണ്ടിൻ്റെ മുകളിലുണ്ടാകുന്ന വറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ കണ്ടില്ലേ പുകഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കത്തണേ ഇല്ല. ഈ നനവൊക്കെ കാരണം കൊണ്ടാണ്. നനവ് പറഞ്ഞാൽ പുറത്ത് വെള്ളം നനയല്ല, ഒരു തണുവും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് വിറകൊക്കെ കത്തിപ്പിടിക്കാൻ നല്ല പാടാണ് കേട്ടോ. ദേഷ്യം വരും ചില സമയത്ത്. നേരെ വൈകിയ നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീ കത്താതിരിക്കുക. അപ്പം നമ്മുടെ തുമ്പിയാണെന്നുണ്ടെങ്കിലോ കപ്പും പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ, ചായ ചായ പറഞ്ഞിട്ട്. ചായക്കാണെന്ന് ഇവിടെ വെള്ളം ജന്മം ചെയ്ത് തിളയ്ക്കണമില്ല കേട്ടോ. അപ്പോൾ രാവിലെ വെള്ളം ചൂടുവെള്ളം അവിടെ അങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെക്കുക, കാരണം വെള്ളത്തിന് ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിളയ്ക്കും, വേഗം തിളയ്ക്കും. പക്ഷെ തീ നല്ലപോലെ കത്തണം. പക്ഷെ തീയാണെങ്കിൽ എന്നെ കളിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ചായക്ക് വെച്ചിട്ടുണ്ടാകുന്ന വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. നല്ലോണം തിളയ്ക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴത്തേനും വേഗം തിളച്ചോളും പറഞ്ഞിട്ട് അന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ തീ കണ്ടില്ലേ, കത്തണോ കത്തണ്ടേ പറഞ്ഞിട്ട് ആർക്കോ വേണ്ടിയിട്ട് കത്തണ പോലെയുണ്ട് തീ കത്തണത്. എത്ര വിറകിട്ടാലും ഇങ്ങനെ തന്നെ കേട്ടോ കത്തണ്. പിന്നെ മെല്ലെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കിച്ചൊക്കെ വന്ന് ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏട്ടനൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കൈലിയാട് വരെ ഒന്ന് പോവാണ്. രണ്ടുപേരുടെ മുടി വെട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ചാവിയും താക്കോലും പൂട്ടൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വാതിൽ പൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിച്ചു ഇതാ വണ്ടിയുടെ മുകളിൽ തന്നെ ഫസ്റ്റ് തന്നെ കയറി ഇന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൈലിയാട് എത്തി കേട്ടോ. ബാർബർ ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ആളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരുടെ മുടി വെട്ടിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം പിടിക്കുമല്ലോ, അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടി ഫസ്റ്റ് തന്നെ അവളെ കയറ്റി ഇരുത്തിയിട്ടോ മുടി വെട്ടാനായിട്ട്. നമ്മുടെ തുമ്പിക്കാണെന്നുണ്ടെങ്കിൽ മുടി മെല്ലെയാണ് കേട്ടോ വളരണത്. അവളുടെയും കിച്ചുവിൻ്റെ മുടി ഒരുമിച്ച് വെട്ടിയിട്ട് കിച്ചുവിൻ്റെ 2 ട്രിപ്പ് വെട്ടൽ കഴിഞ്ഞു, ഇത് 3ാമത്തേന് കേട്ടോ. എന്നിട്ട് അവളുടെ ഒന്നായിട്ടുള്ളൂ. ഇന്നാണ് ഇപ്പോൾ വെട്ടണത്. അന്ന് മൊട്ടടിച്ചിട്ട് ഇന്നാണ് കേട്ടോ ഇപ്പോൾ മുടി വെട്ടണത്. അവൾക്ക് മെല്ലെ വളരണുള്ളൂ കേട്ടോ മുടി. ഇപ്പോൾ അത്യാവശ്യമൊക്കെ മുടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് വെട്ടി കളയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ പനിയും ചുമയൊക്കെ വരും അവർക്ക് മുടി വളർന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അവൾ ഇന്ന് എന്താണാവോ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് നല്ല പോലെ ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മുടി വെട്ടണ ആളിങ്ങനെ പറയുന്നുണ്ട് മുറിയൂട്ടോ എനക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ എനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചുവിനെ കയറ്റിയിരുത്തി. കിച്ചു നല്ല അടിപൊളിയായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഇടയ്ക്കൊരു വികൃതിയൊക്കെ കാണിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും മെയിൻ ചെയ്യണമൊന്നും ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവൻ അങ്ങനെ ഒതുങ്ങിയിരിക്കണമൊക്കെ ഉണ്ട്. തുമ്പിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഫോൺ വേണം പറഞ്ഞിട്ട് അവളങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുടിവെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. പയർ വാങ്ങിച്ചു ഉപ്പേരി വെക്കാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പലഹാരവും, പിന്നെ കിച്ചുവിന് ഓറഞ്ച് വേണം പറഞ്ഞിട്ട് കുറച്ച് ഓറഞ്ച് മേടിച്ചു നാളെ കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ കൈയ്യടെ വെച്ച് കിച്ചുവിൻ്റെ കുട്ടിച്ചനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു, എണ്ണക്കടികളൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കിച്ചും തുമ്പിയൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മുട്ട ബജ്ജിയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.